ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ അടുക്കാനായല്ലേ, അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് ബിരിയാണി റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയാണ്. ഈ ബീഫ് ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ നോക്കണം. കാരണം ഈസിയാണ്, വളരെ ഈസി, ഒരു പണിയും ഇല്ലാത്ത ഒരു ബീഫ് ബിരിയാണി. പൊതുവേ ബീഫ് ബിരിയാണിക്ക് കുറേ ഓയിലൊക്കെ ആകുമ്പം നമുക്കൊരു മടിയുണ്ടാവും ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ ഇതിന് വളരെ കുറവില്ല ഓയിലും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനാദ്യം ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി 6 മതി. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം പേസ്റ്റ് ആക്കണം. പേസ്റ്റ് നല്ല ചതച്ച പോലെ തന്നെ ആവണം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിൽ തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിന് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും പെപ്പർ പൊടിയും പിന്നെ നമ്മൾ ഗ്രീൻ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഉള്ളി വളരെ തിൻ സ്ലൈസ് ആക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തൈരും, പുളിയില തൈരാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മിൻറ്റ് ലീവ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പുതിനയില. അത് മാത്രം മതി. എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം സ്മാഷാക്കി തിരുമ്മി ഇതാക്കിയിട്ട് വേണം നമ്മൾ ഇത് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കാണുന്നില്ല, ഞാൻ നല്ലോണം പ്രസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നീരൊക്കെ ഇതിലേക്ക് വരണം. ഞങ്ങൾ ഇതിൽ കുക്കറിലേക്കാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് കുക്കറിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം തന്നെ അതിലേക്ക് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് വിസിൽ ആയിക്കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് ബീഫിൻ്റെ ഒരു ടൈം ഉണ്ടാവില്ല, അതുവരെ കുക്ക് ചെയ്യുക. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഓയിലും ഇല്ല, വെള്ളവും ഇല്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇത് ആദ്യം എല്ലാം കൂടിയിട്ട് മിക്സ് ആകും. ആ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല നീര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളപ്പിക്കാം. മാക്സിമം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട്. ഗീ കോത്താണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ബ്രൗൺ ആകുന്ന വരെ നമ്മൾ ഈ ബിരിയാണി ഏത് പാത്രത്തിലാണ് ആക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഗീ ഒഴിച്ചിട്ടാണ് ഈ ഉള്ളി പൊരിച്ചെടുക്കുന്നത്. ആ സമയം കൊണ്ട് ഞാനിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നീരൊക്കെ വെള്ളം നല്ലോണം വന്നിട്ടുണ്ട്. അത് അവിടുന്ന് ആകുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഈ ബിരിയാണീൻ്റെ റൈസിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ ആദ്യം ആ വെക്കുന്ന പാത്രത്തിൽ തന്നെ ഗീ ഉണ്ടല്ലോ, അപ്പം അതിൽ തന്നെ ഞാൻ ഈ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്ക് തന്നെ സൈഡാക്കി വെക്കുക. പിന്നെ നമ്മൾ നട്ട്സ്, അണ്ടിമുന്തിരിങ്ങ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് എനിക്ക് പൊതുവെ ബിരിയാണിക്ക് നല്ലോണം നട്ട്സ് ഇടുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം ബാക്കിയുള്ള ഗീ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട്, കാരണം ഈ മസാലയിൽ ഒരു നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ ഗീയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ആകുമ്പോഴേക്ക് നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പ്രഷർ കുക്കറിൽ തന്നെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി നല്ല തിളച്ച് വരട്ടെ. ഇത് ഗ്രേവി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് ആവട്ടെ. പിന്നെ കുറച്ചും കൂടി ഞാൻ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണേ ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടി, ഇതിലേക്ക് ഞാൻ ഓയിലും ഗീയുമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോൾ ഗരം മസാല ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട്. ഇനി 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 കപ്പ് അരി വാഷ് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡ്രെയിൻ ചെയ്തിട്ടാണ് അതിൻ്റെ വെള്ളമെല്ലാം ആറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ അരി റോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ബിരിയാണി റൈസ് നല്ല നമ്മൾ ഈ പറയുന്നില്ലേ വേറെ അരി പോലെ ആയി കിട്ടും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ജസ്റ്റ് ഒരു 2 or 3 മിനിറ്റ്സ് മാത്രം മതി. എന്നിട്ട് അതിൻ്റെ ആയിക്കഴിഞ്ഞാലാണ് തിളച്ച വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 4 കപ്പ് തിളച്ച വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പം തിളച്ച വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഞാനിതിൽ 2.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1 സ്പൂണ് ഉപ്പ് എന്നാണ് എൻ്റെ അളവ്. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഒരു 2.5 കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ എൻ്റെ ഗ്രേവി അപ്പുറത്തുനിന്ന് ആകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് 2 കയ്യിൽ ഗ്രേവി തന്നെ ആ അരിക്കോത്ത് ഇട്ടിട്ടൊന്ന് പൊത്തി വെച്ചിട്ടുണ്ട്. അതൊന്ന് അവിടെ കുക്കാകുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പും ഗരം മസാല പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് പെപ്പർ പൊടിയൊക്കെ ഇടാം. ഇത് പൊടികളായിട്ട് ഇത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ.
എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഗ്രേവി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് വെരി ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബിരിയാണി ഈസി ആയിട്ട് ആക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ. അധികം കുക്കിങ്ങും ഇളക്കലോ അല്ല ഓരോ ഐറ്റംസ് ഇട്ടിട്ട് ഓരോ സമയം എടുക്കുന്ന സമയമുണ്ടല്ലോ, അതൊന്നുമില്ല. ഇത് ജസ്റ്റ് എല്ലാം കൂടി കുക്കറിൽ വാരി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പം ഞാൻ സാധാരണ പോലെ ദം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹാഫ് റൈസ് ആദ്യം എടുത്തിട്ട് അടിയിൽ റൈസ് ഒരു ലെയർ ഇട്ട്, എന്നിട്ട് അതിൻ്റെ മിഡിൽ ലെയറിലാണ് ഞാൻ ഈ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് ഇത് നല്ല സ്പൈസിയാണ്. പൊതുവേ ഞാനൊരു സ്പൈസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ബിരിയാണിക്കൊക്കെ നല്ല സ്പൈസ് ഉണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മേലത്തെ ലെയർ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ പൊരിച്ച് വെച്ച നട്ട്സും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മേലെ ഗാർണിഷിനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചപ്പും മല്ലിച്ചപ്പും പുതിനയൊക്കെ, ഇത് ഫ്രഷ് പുതിനയാണ് എൻ്റെ ഇവിടെ പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ദമ്മിടുന്നത് ഫുൾ തീയിൽ വെച്ചിട്ട് വേണം ഈ ലെയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദമ്മ് വന്നതിന് ഓഫാക്കിയിടാം. ഇപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബിരിയാണി. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് ബിരിയാണിയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ മെയിനായിട്ട് പെപ്പറും പുതിനയും അല്ലാതെ മെയിൻ ബീഫ് ബിരിയാണി വെക്കുമ്പം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. നല്ല റൈസും ആയിട്ടുണ്ട്, കാരണം റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതല്ലേ. ഇതാ ഞാനിവിടെ കാണിക്കുന്നത് നല്ല വേറിയ റൈസാണ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാൾക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം.